എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ ബ്രൂക്ക് നമ്മുടെ ആൾക്കാർക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പൊക്കെ ചുമന്ന് അവിടേക്ക് വന്നിരിക്കുകയാണ്. ഉസോപ്പും ചോപ്പറും ഒക്കെ ഷോക്കായിട്ട് പരസ്പരം നോക്കും. ഇവൻ ഇത്ര അടിയൊക്കെ കിട്ടിയിട്ടും നമ്മളെ സഹായിക്കാൻ ഇവിടേക്ക് വന്നു അല്ലേ? അതിന് ബ്രൂക്ക് പറയും, പേടിക്കേണ്ട ആവശ്യമില്ല, ഞാനിപ്പോ ഓക്കെയാണ്. ഞാൻ ഡയറക്റ്റ് ആയിട്ട് കിച്ചണിലേക്ക് പോയി കുറച്ച് പാലെടുത്ത് കുടിച്ചു. പാലിൽ കാൽസ്യം ഉള്ളതുകൊണ്ട് തന്നെ എന്റെ പൊട്ടിപ്പോയ ബോൺസ് ഒക്കെ പെട്ടെന്ന് തന്നെ ശരിയാവും. മാത്രമല്ല ഞാനിപ്പോ ഭയങ്കര പവർഫുള്ളുമാണ്. അങ്ങനെ നമ്മുടെ ആൾക്കാരെല്ലാവരും ഇപ്പൊ ഫുൾ പവറിൽ ആ ഗഗ്ഗോമുറെ അറ്റാക്ക് ചെയ്യാൻ തയ്യാറാവും. പക്ഷെ ഗഗ്ഗോമുറെ അറ്റാക്ക് ചെയ്യുന്നതിന് മുൻപ് ആ 900 അവന്റെ വായിലേക്ക് ബ്രൂക്ക് കൊണ്ടുവന്ന ആ ഉപ്പ് അത് മുഴുവൻ വാരിയിട്ട് ലൂഫിയുടെ ഷാഡോ അത് തിരികെ പിടിക്കണം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ വളരെ എളുപ്പത്തിൽ ഗഗ്ഗോമുറിയെ തോൽപ്പിക്കാനാവൂ. അതിനാ ഗഗ്ഗോമുറിയെ പറയും, നിങ്ങൾ ചെയ്തതെല്ലാം വലിയ തെറ്റാണ്. സോ അതിനുള്ള പണിഷ്മെന്റ് ആണ് ഞാനും എന്റെ അസിസ്റ്റന്റ് 900 ചേർന്ന് നിങ്ങൾക്കിപ്പോ തരാൻ പോകുന്നത്. ഉടനെ ബ്രൂക്ക് അവൻ ഫുൾ കലിപ്പില് അങ്ങനെ ദേഷ്യപ്പെട്ട് പറയും, മിസ്റ്റർ ഗഗ്ഗോമുറിയ, ഇവരുടെ പവർ എന്താണെന്ന് നിനക്കറിയോ? ഇവരുടെ കൂടെ ഇപ്പൊ ഞാനും ഉണ്ട്. ഷാഡോ തിരികെ പിടിച്ചു തന്നത് അത് ഇവരാണ്. സോ അതിനുള്ള നന്ദി അത് ഞാൻ കാണിക്കൂന്നൊക്കെ പറഞ്ഞ് അവൻ നൈസായിട്ട് ബെൻഡ് ചെയ്യും. അപ്പൊ അവന്റെ പുറകിലുള്ള ഒരു എല്ല് അതങ്ങനെ പൊട്ടിപ്പോവും. അടുത്ത സെക്കൻഡ് ഇവിടെ സാഞ്ചി, സോറോ, ഉസോപ്പ് അങ്ങനെ എല്ലാവരും ചേർന്ന് അറ്റാക്ക് ചെയ്യാൻ തയ്യാറാവാണ്. ഉസോപ്പ് ആണെങ്കിൽ ഓയിലും ഫയറൊക്കെ വെച്ച് അറ്റാക്ക് സ്റ്റാർട്ട് ചെയ്യും. ഫ്രാങ്കി ആണെങ്കിൽ ആ വലിയ ഫയർ അതിപ്പോ 900ന്റെ ബോഡിയിലേക്ക് അങ്ങനെ സ്പ്രെഡ് ചെയ്ത് വിടും. തീ അവന്റെ ബോഡിയിൽ കത്തി പടരാണ്. അത് കണ്ട് ഗഗ്ഗോമുറിയ അവൻ പറയും, നീ വെറും ഒരു സോംബിയാണ്, ഒരു റോബോട്ട് സോംബി. നിനക്ക് ഫയർ, വെള്ളം, തണുപ്പ് അങ്ങനെ ഒരു ഫീലിങ്സും ഉണ്ടാവില്ല. സോ നിന്റെ ബോഡിയിലുള്ള ഫയർ അത് ഈസി ആയിട്ട് അണച്ചു കളഞ്ഞ് നിന്നെ അറ്റാക്ക് ചെയ്തവരെ തിരികെ അറ്റാക്ക് ചെയ്യേ. ആ തീ ഇല്ലാതാക്കുന്ന ഗ്യാപ്പില് ഇവിടെ സോറോ അവനവന്റെ വാളെടുത്ത് അവിടെ ഉണ്ടായിരുന്ന തൂണുകള്, ബിൽഡിങ്ങുകള് ഒന്നൊന്നായിട്ട് വെട്ടി തകർക്കാൻ തുടങ്ങും. ഉടനെ സാഞ്ചി അവൻ ഓടി വന്ന് ആ ബിൽഡിങ്ങുകളും പില്ലേഴ്സും ഒക്കെ തന്നെ 900 നേരെ ചവിട്ടി തെറിപ്പിക്കും. പക്ഷെ 900 അവനെ അടിച്ച അതേ ഫോഴ്സിൽ തന്നെ ആ ബിൽഡിങ്ങുകള് തിരികെ നമ്മുടെ ആൾക്കാർക്ക് നേരെ അടിക്കും. ഫ്രാങ്കി എടുത്തു ചാടി പറന്നു വരുന്ന ബിൽഡിങ്ങിന്റെ പീസുകള് അതങ്ങനെ എയറിൽ വെച്ച് തന്നെ തകർത്ത് കളയും. പക്ഷെ എന്താ, പാവം ബ്രൂക്ക്, അവനെ കൊണ്ട് മാത്രം അവിടുന്ന് ഓടി രക്ഷപ്പെടാൻ കഴിയില്ല. റോബിൻ അവളുടെ കൈ നീട്ടി ബ്രൂക്കിനെ പിടിച്ചു വലിച്ച് ഇപ്പൊ സേഫായ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവരും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇവിടെ ഉസോപ്പ് അവനാണെങ്കിൽ അവന്റെ പുതിയ വെപ്പൻ സെറ്റ് ചെയ്യാണ്. ഉടനെ ഫ്രാങ്കി അവന്റെ അടുത്തേക്ക് വരും. എല്ലാം സെറ്റല്ലേ? ഉസോപ്പ് പറയും, അതെ, പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് ഇത് ട്രൈ ചെയ്യുന്നത്. സോ എങ്ങനെയായിരിക്കും ഇത് വർക്കൗട്ട് ചെയ്യാന്ന് യാതൊരു ഐഡിയ ഇല്ല. ഉടനെ ഫ്രാങ്കി അവനാണെങ്കിൽ ഉസോപ്പ് ഉണ്ടാക്കിയ ആ പുതിയ വെപ്പനിൽ കയറിയിരിക്കും. ഫുൾ ഫോഴ്സില് ആഞ്ഞു മുൻപോട്ട് വിടും. ഫ്രാങ്കി ആണെങ്കിൽ തെറിച്ചു വന്ന് ആ ട്രെഞ്ച് വെപ്പം വെച്ച് ഇപ്പൊ ഗഗ്ഗോമുറി അറ്റാക്ക് ചെയ്യും. അപ്പോഴേക്കും ആ 900 അത് ചാടി വീണ് പറന്നു വന്ന ഫ്രാങ്കിയുടെ ദേഹത്ത് ഒരൊറ്റ ഇടി. ആ ഒരു ഇടിയില് ഫ്രാങ്കി തിരികെ പോവും. ചോര തുളുമ്പി ശ്വാസം വലിച്ചു വിട്ട് ഇപ്പൊ ഫ്രാങ്കി അവൻ നിലത്ത് വീണ് കിടക്കും. 900 ആണെങ്കിൽ വീണ്ടും അവനെ അറ്റാക്ക് ചെയ്യാനായിട്ട് അടുത്തേക്ക് നടന്നടുക്കാണ്. അത് കണ്ട് നമ്മുടെ ആൾക്കാര് നോ എന്ന് പറഞ്ഞലറും. പക്ഷെ അപ്പോഴായിരിക്കും ഒരു വമ്പ ട്വിസ്റ്റ്. നാമിയുടെ വെപ്പനിൽ നിന്ന് ഇപ്പോ പവറ് കറുത്ത ക്ലൗഡ്സിലേക്ക് പോയി ആഞ്ഞടിക്കും. ഇതിൽ നിന്ന് വന്ന ആ ഇലക്ട്രിക് പവർ അത് 900ന്റെയും ഗഗ്ഗോമുറിയുടെയും ബോഡിയിൽ ഒരുപോലെ അങ്ങനെ ആഞ്ഞടിക്കുകയാണ്. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത് കാണിക്കും, ബ്രിഡ്ജിന്റെ തൊട്ടു മുകളിലായി നമ്മുടെ സ്റ്റൈലത്തെ നാമി അവളങ്ങനെ ഹായായിട്ട് നിൽക്കുകയാണ്. സാഞ്ചി ആണെങ്കിൽ നാമിയെ കണ്ടതും തുള്ളിച്ചാടാൻ തുടങ്ങും. അതേസമയം 900 അവനും ഇപ്പൊ നാമിയെ കണ്ട് പല്ലിറുമോ. അവൻ ഗം ഗം പിസ്റ്റൽ എന്ന് പറഞ്ഞ് കൈ അങ്ങനെ നീട്ടി അവൾ അറ്റാക്ക് ചെയ്യും. ഒരു സെക്കൻഡ് എല്ലാവരും ആ കാഴ്ച കണ്ട് ഫ്രീസ് ആയി പോവും. കാരണം അവന്റെ കൈ അതിപ്പോ സ്ട്രെച്ച് ആയിരിക്കുകയാണ്. ലോകത്തിൽ തന്നെയുള്ള ഒരേ ഒരു റബ്ബർ പേഴ്സൺ അത് ലൂഫിയാണ്. അവനെ കൊണ്ട് മാത്രമേ അവന്റെ ബോഡി സ്ട്രെച്ച് ചെയ്യാൻ കഴിയൂ എന്നായിരുന്നു ഇത്രയും കാലവും വിശ്വസിച്ചിരുന്നത്. പക്ഷെ ഇപ്പൊ ഇവനും അവന്റെ ബോഡി സ്ട്രെച്ച് ചെയ്യാൻ കഴിയുന്നുണ്ട്. നമ്മുടെ റോബിൻ ആണെങ്കിൽ അവളുടെ കൈ അങ്ങനെ നീട്ടി നാമിയെ ജസ്റ്റ് മിസ്സിനെ രക്ഷപ്പെടുത്തി ഇപ്പൊ താഴേക്ക് ഇറക്കും. അടുത്തതായിട്ട് ആ 900 അവനവന്റെ കാല് നീട്ടി നമ്മുടെ ആൾക്കാരെ മുഴുവനെയും വമ്പം ഫോഴ്സില് ദൂരേക്ക് ചവിട്ടി തെറിപ്പിക്കുകയാണ്. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഇപ്പൊ ലൂഫിയെ കാണിക്കും. അവനാണെങ്കിൽ ഉഷാറായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവൻ ഓടുന്നതിന്റെ ഇടയിൽ രണ്ട് ഭ്രാന്ത ടീംസ് അവർ കാല് നീട്ടി ലൂഫിയെ തട്ടി താഴെയിടും. ലൂഫി ദേഷ്യപ്പെട്ട് ചോദിക്കും, നിങ്ങൾ ആരാണ്? നിങ്ങൾക്ക് എന്ത് വേണം? ഉടനെ അവരാണെങ്കിൽ ലൂഫിയെ നോക്കി കളിയാക്കി അവരുടെ ബാക്കി ടീംമേറ്റ്സിനെ അവിടേക്ക് വിളിക്കും. ഉടനെ അവരെല്ലാവരും ചേർന്ന് ഇപ്പൊ ലൂഫിയെ റൗണ്ട് ചെയ്യും. അവര് പറയും, ഞങ്ങളും നിന്നെ പോലെ ഒരു പൈററ്റ്സ് ടീമാണ്. ഞങ്ങളുടെ ടീം ക്യാപ്റ്റനാണ് സാക്ഷാൽ ലോല. നിന്റെ ആഗ്രഹം ആ ഗഗ്ഗോമുറിയെ തോൽപ്പിക്കുക എന്നതല്ലേ? അതിനുവേണ്ടി
ഞങ്ങൾ നിന്നെ സഹായിക്കാം. പക്ഷേ ഞങ്ങൾക്കൊരു ചെറിയ ഫേവർ നീ ചെയ്യണം. അതിന് ലൂഫി ചോദിക്കും, എന്ത് ഫേവർ? ഉടനെ അവരുടെ ടീം ക്യാപ്റ്റൻ ലോല അവളിപ്പോ മുൻപിലേക്ക് വരും. ഇവള് 4532 പേരെ പ്രപ്പോസ് ചെയ്തു. പക്ഷെ പ്രപ്പോസ് ചെയ്ത എല്ലാവരും ഇവളെ റിജക്ട് ചെയ്തിരിക്കുകയാണ്. ഇനിയും ഞങ്ങളുടെ ബോസിന് ഒരു റിജക്ഷൻ താങ്ങാനുള്ള കപ്പാസിറ്റി ഇല്ല. സോ നീ ഇവളെ ദയവ് ചെയ്ത് കല്യാണം കഴിക്കണം. ലൂഫി ഒരു സെക്കൻഡ് ആ ഡിമാൻഡ് കേട്ട് ഷോക്കാവും. അവൻ നടിച്ചു പറയും, എന്നെ കൊണ്ട് പറ്റില്ല, ഞാൻ ഒരിക്കലും ഇങ്ങനെയൊരു സാധനത്തിന് കല്യാണം കഴിക്കില്ല. അതിനവര് പറയും, അതുമാത്രമല്ല ഞങ്ങളുടെ എല്ലാവരുടെയും ഷാഡോ അതാ വില്ലൻ ഞങ്ങളിൽ നിന്ന് മോഷ്ടിച്ചെടുത്തു. ഞങ്ങൾ എല്ലാവരും അവന്റെ വിക്ടിംസ് ആണ്. അത് കേട്ട് ലൂഫി, നിങ്ങളുടെ മാത്രമല്ല എന്റെയും അവൻ മോഷ്ടിച്ചു. അവർ ചോദിക്കും, അപ്പൊ ശരിക്കും നീ ആ പൈററ്റ് സ്ട്രോഹാറ്റ് ലൂഫി അല്ലേ? ഞങ്ങൾ ലൂഫിയെ കുറിച്ച് കേട്ടിരിക്കുന്നത് അവൻ നമ്പർ 1 പവറുള്ള ഒരു പൈററ്റ് ആണെന്നാണ്. അതിന് ലോല അവളാണെങ്കിൽ ഇപ്പൊ ചുറ്റും മുഴുവൻ നോക്കും. ഒരുപാട് പവർഫുൾ സോംബീസുകൾ ഇവിടെ മരിച്ചു കിടപ്പുണ്ട്. മാത്രമല്ല ഈ ഒരു ഐലാൻഡ് അത് പകുതിയോളം ഇപ്പൊ തകർന്നിരിക്കുകയാണ്. ഇതെല്ലാം സംഭവിച്ചത് ലൂഫി ഇവിടെ വന്നതിന് ശേഷമാണ്. ലൂഫി പറയും, അതെ ഞാൻ തന്നെയാണ് ഇതൊക്കെ ചെയ്തത്. പക്ഷെ അവർക്കാണെങ്കിൽ അത് വിശ്വസിക്കാൻ കഴിയില്ല. ഞങ്ങൾ 3 കൊല്ലമായി ഷാഡോ നഷ്ടപ്പെട്ട് ഇവിടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നു. ഞങ്ങളെ രക്ഷിക്കാനും ഞങ്ങളുടെ മാഡത്തിന് ഒരു ലൈഫ് കൊടുക്കാനും ആ റിയൽ ലൂഫിക്ക് മാത്രമേ കഴിയൂ. ഉടനെ ലൂഫി അവൻ പ്രോമിസ് ചെയ്ത് പറയും, നിങ്ങൾ അന്വേഷിക്കുന്ന ലൂഫി അത് ഞാൻ തന്നെയാണ്. അവരാണെങ്കിൽ ഇപ്പൊ ലൂഫിയെ കണ്ട് ഡബിൾ ഹാപ്പി ആവും. നിനക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സഹായം ചെയ്തു തരാൻ ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഞങ്ങളുടെ ഷാഡോ അത് തിരികെ പിടിച്ചു തരണം. നീ ഇത്രയും നേരമായിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ആ ഗഗ്ഗോ മുറിയ അവനിപ്പോ ഉള്ളത് അവൻ തന്നെ ക്രിയേറ്റ് ചെയ്ത ആ 900 ജയന്റ് അതിന്റെ ബോഡിയിലാണ്. ആ 900ന്റെ വയറ്റില് ഒരു കോക്പിറ്റ് ഉണ്ട്. അവിടെയാണ് അവൻ സേഫ് ആയിട്ട് ഒളിച്ചിരിക്കുന്നത്. 900നെ പേടിച്ച് ആരും അവന്റെ അടുത്തേക്ക് പോവില്ല. അതുകൊണ്ടാണ് അവൻ ആ സ്ഥലം തന്നെ സേഫ് ആക്കി കണ്ടുപിടിച്ചത്. ആദ്യം നീ ആ 900നെ ഇല്ലാതാക്കണം. അതിനുശേഷം മാത്രമേ ആ ഗഗ്ഗോ മുറിയെ പിടിക്കാൻ പറ്റൂ. അവരിപ്പോ ആ കോർട്ട്യാർഡിലുണ്ട്. നിന്റെ ബാക്കിയുള്ള ടീം മെമ്പേഴ്സുമായിട്ട് അവര് ഫൈറ്റ് ചെയ്യാണ്. അത് കേൾക്കേണ്ട താമസം ലൂഫി അവൻ ഉഷാറായിട്ട് ചാടി ഓടി കോർട്ട്യാർഡ് ലക്ഷ്യമാക്കി അങ്ങനെ പോവും. ലോല ഓടി വന്ന് വീണ്ടും ലൂഫിയെ കാല് വെച്ച് വീഴ്ത്തും. യു ഗൈസ് ആർ അൺബിലീവബിൾ. ആദ്യം നിങ്ങള് ആ ഷാഡോയുടെ സീക്രട്ട് അതെന്താണെന്ന് ലൂഫിക്ക് പറഞ്ഞു കൊടുക്ക്. അതില്ലാതെ അവിടേക്ക് പോയിട്ട് യാതൊരു കാര്യവുമില്ല. ഉടനെ അതിൽ 2 സോംബികള് ഇപ്പൊ ഒരു ഷാഡോയെ പിടിച്ചു വലിച്ച് ലൂഫിയുടെ അടുത്തേക്ക് കൊണ്ടുവരും. ചില ഇവര് ഏതോ ഒരു സോംബിയുടെ വായില് ഉപ്പിട്ട് പുറത്തേക്ക് വന്ന ആ ഒരു ഷാഡോയെ പിടിച്ചു വെച്ചിരിക്കുകയായിരുന്നു. ആ ഷാഡോ എടുത്ത് ഇപ്പൊ ലൂഫിയുടെ ബോഡിയിലേക്ക് അങ്ങനെ ഫിക്സ് ചെയ്യും. ലൂഫി നോ എന്ന് പറഞ്ഞ് നിലവിളിക്കും. പക്ഷെ അവനത് റെസിസ്റ്റ് ചെയ്യുമ്പോഴേക്കും അവന്റെ ബോഡിയിലേക്ക് ആ ഒരു ഷാഡോ കയറിയിരിക്കും. അടുത്ത നിമിഷം അവരൊരു കത്തിയെടുത്ത് ലൂഫിക്ക് നേരെ വലിച്ചെറിയും. ലൂഫി ആണെങ്കിൽ ആ കത്തി ക്യാച്ച് ചെയ്ത് അവന്റെ തൊട്ടടുത്തുള്ളൊരു വലിയ മരം അതങ്ങനെ വെട്ടി താഴെയിട്ട് സ്റ്റൈലായിട്ട് പോസ് ചെയ്യും. അത് കഴിയുമ്പോഴായിരിക്കും ലൂഫി ആ കത്തി കണ്ട് ഷോക്കാവുക. ഉടനെ ലോല പറയും, നിന്റെ ബോഡിയിൽ ഇപ്പൊ ഞങ്ങൾ കയറ്റിവിട്ട ആ ഒരു ഷാഡോ ആക്ച്വലി ഒരു മിലിറ്ററി സ്ക്വാഡ്സ്മാന്റെ ആണ്. അവന്റെ എബിലിറ്റി ഇപ്പൊ നിനക്കും കിട്ടിക്കഴിഞ്ഞു. നിനക്ക് സ്ട്രോങ് വിൽ പവർ ഉണ്ടെങ്കിൽ നീ ഇപ്പൊ തന്നെ പറ. ഞങ്ങളുടെ കയ്യിൽ ഇനിയും ഒരുപാട് ഷാഡോസ് ഉണ്ട്. അവരെയൊക്കെ ഞങ്ങള് നിന്റെ ബോഡിയിലേക്ക് കയറ്റിവിടാം. അങ്ങനെ നീ ഡബിൾ അല്ല, ട്രിപ്പിൾ അല്ല, ഒരുപാട് സ്ട്രോങ് ആവും. പക്ഷെ ഒരു കാര്യം, 10 മിനിറ്റ് മാത്രമേ ആ ഒരു ഷാഡോസ് എല്ലാം നിന്റെ ബോഡിയിൽ വർക്ക് ചെയ്യൂ. അത് കഴിഞ്ഞ അവറ്റകളെല്ലാം തന്നെ അവരുടെ റിയൽ ബോഡിയിലേക്ക് തിരികെ പോവും. ഞങ്ങൾ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ച ആ ഷാഡോസിനെ മുഴുവൻ നിനക്ക് തരാൻ പോവാണ്. ഇനി വെറും 20 മിനിറ്റിനുള്ളിൽ ഇവിടേക്ക് സൂര്യപ്രകാശം വീഴും. അതിനുള്ളിൽ ഞങ്ങളുടെയും നിങ്ങളുടെ എല്ലാ ഷാഡോസിനെ തിരികെ പിടിക്കണം. ആ ഗഗ്ഗോ മുറയും അവന്റെ അസിസ്റ്റന്റ് 900ഉം അവർ 2 പേരും ഇല്ലാതായേ പറ്റൂ. അവരാണെങ്കിൽ നിമിഷങ്ങൾക്കകം 100 ഷാഡോസിനെ ഇപ്പൊ ലൂഫിയുടെ ബോഡിയിലേക്ക് കയറ്റുകയാണ്. അവരെല്ലാവരും ഇപ്പൊ അത്ഭുതപ്പെട്ട് ലൂഫിയെ നോക്കും. യു ആർ അൺബിലീവബിൾ. 100 ഷാഡോസിനൊക്കെ നിന്റെ ബോഡിക്ക് താങ്ങാൻ കഴിയുമെന്ന് ഞങ്ങൾ ഒരിക്കലും കരുതിയില്ല. ഇവിടെ ലൂഫി ആണെങ്കിൽ പ്രേശ ശ്വാസമൊക്കെ മുട്ടി അങ്ങനെ കഷ്ടപ്പെട്ട് പിടിച്ചു നിൽക്കും. ലൂഫിയുടെ സൈസൊക്കെ അതങ്ങനെ സെക്കൻഡ് വെച്ച് കൂടാനായിട്ട് തുടങ്ങും. വലിയൊരു സ്ക്വാഡ് അത് തലച്ചുമടായി കൊണ്ടുവന്ന് അവരിപ്പോ സുരക്ഷിതമായിട്ട് ലൂഫിയുടെ കയ്യിൽ ഏൽപ്പിക്കും. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത് ലൂഫിയുടെ ഇപ്പോഴത്തെ അവസ്ഥ കാണിക്കും. വമ്പൻ ജൈന്റ് ലുക്കില് അവൻ ആ വില്ലന്മാരെ അറ്റാക്ക് ചെയ്യാൻ അങ്ങനെ ഓടുകയാണ്. അങ്ങനെ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു വെബിസോ.